ഒരു കാലത്ത് തീഷ്ണതയോടെ ദൈവശക്തിയോടെ മുന്നേറി വന്നവർ ഇന്ന് വിശ്വാസ ഗോളത്തിൽ തന്നെയില്ല. ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത് പിശാചിന് ഇടപെടുവാൻ നാം കൊടുക്കുന്ന അവസരം. പ്രാർത്ഥനയില്ലാതെ ഒരു ആത്മിക ബലമില്ലാതെ ഇരിക്കുകയായിരുന്നു. ആ സഹോദരിയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു, ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ നിന്ന് നമുക്ക് അല്പം മാറി നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സഹോദരിയുടെ ഭവനത്തിൽ കടന്നുപോയി. പ്രാർത്ഥിക്കുന്നവരാണ്, വിശ്വാസിയാണ്. അവരുടെ മുഖം വളരെ വിഷമത്തിലായിരുന്നു. ഞാൻ ചെന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു, ഇവർ ഒരു പിന്മാറ്റത്തിൻ്റെ ആലോചനകളിലാണ്. ഇവർ പുറകോട്ട് പോകാൻ വളരെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരി, പിന്മാറ്റത്തിലേക്ക്, അതായത് ആ പഴയ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ, പലപ്പോഴും എനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്, ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയാലോ എന്ന് തോന്നാറുണ്ടെന്ന് പറഞ്ഞു. ഇതാ സഹോദരിയുടെ ജീവിതത്തിൽ മാത്രം സംഭവിച്ച കാര്യമല്ല, ഇന്ന് വിശ്വാസഗോളത്തിൽ പലരുടെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പിന്മാറ്റത്തിൻ്റെ ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് അടിമത്തത്തിൽ കിടന്നപ്പോൾ ദൈവം അവരെ വിടുവിച്ച് കൊണ്ടുവരികയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അപ്പത്തിനും വെള്ളത്തിനും ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മിസ്രൈമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊല്ലുവാനാണോ? അവർക്ക് മിസ്രൈമിലെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരികയാണ്. മിസ്രൈമിലെ അവരുടെ സന്തോഷപരമായ ജീവിതം അവർ ഓർത്തെടുക്കുകയാണ്. ഇതാണ് ഇന്ന് വിശ്വാസ സമൂഹത്തിന് പറ്റുന്ന അബദ്ധം. നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, ഇനി പുറകോട്ട് നമുക്കൊരു വഴിയില്ല. വചനം പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് ചിന്തിക്കരുത്. തിരുവചനത്തിൽ ഇതൊരു ക്രൂശിന്റെ പാതയാണ്. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇതൊരിക്കലും സുഖകരമായ ആനന്ദപരമായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ചിലപ്പോഴൊക്കെ നാം ചിന്തിക്കാറുണ്ട്, പഴയ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കൊന്നുമില്ല. അതെ, പഴയ ആ പാപകരമായ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സർവ്വസമ്പന്നതയും ഒന്നും ഇപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ഈ യാത്ര ഈ ഉലകത്തിലെ എന്തെങ്കിലും നേടുവാനുള്ളതല്ല, ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഇവിടെ ചില വേദനകൾ സംഭവിക്കും. അതാണ് യേശു ക്രിസ്തു പറയുന്നത്. ഇപ്രകാരം ഇതുപോലുള്ള ചില വിഷമങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ വചനം പറയുന്നത്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ. അതെ, നാം ദൈവത്തെ ധ്യാനിക്കുക. നമ്മുടെ പഴയ കാലഘട്ടത്തെ, പഴയ അനുഭവത്തെ ധ്യാനിക്കുന്നതിലുപരിയായി ക്രൂശിനെ ധ്യാനിക്കുക, യേശു പറഞ്ഞ വാക്കുകൾ ധ്യാനിക്കുക. അപ്പോൾ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഊർജം ലഭിക്കും. ഈ പഴയത് ചിന്തിക്കുമ്പോൾ പുറകോട്ട് പോകുവാനുള്ള ഊർജമാണ് നമുക്ക് ലഭിക്കുന്നത്. പിശാച് അതിനായി അവസരം കാത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഒരു പുറകോട്ടുള്ള ചിന്തയില്ല. മരിച്ചാലും ജീവിച്ചാലും ഈ പാതയിൽ തന്നെ. ഇനി എനിക്ക് പുറകോട്ട് പോകേണ്ട ഒരു അവസരവും ഉണ്ടാകരുത്. നാം തീരുമാനിക്കുക, പുറകിലുള്ള ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങളെ മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് നാം ഓടുക. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു. ഇനി ജീവകിരീടം. അതെ, ഇപ്രകാരം നമുക്ക് പറയുവാൻ കഴിയണം. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടാം. പുറകിലുള്ള കാര്യങ്ങളെ മറന്ന് മുമ്പിലുള്ള ലാക്കിലേക്ക് ആഞ്ഞു ശ്രമിക്കുക. നിശ്ചയമായും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മെ ആ ഫിനിഷിംഗ് പോയിന്റ് വരെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഇനി നിങ്ങൾ അപ്രകാരമുള്ള ചിന്തകളെ വിട്ട് മാറി നിൽക്കുക. അത് ശത്രുവിൻ്റെ തന്ത്രമാണ്. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.